എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് വർക്ക്ഷീറ്റ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ എ സാറ്റർഡേ മോർണിംഗ് എന്നുള്ള ആ ഒരു ചാപ്റ്റർ ഫുൾ മലയാളത്തിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എ സാറ്റർഡേ മോർണിംഗ്, ടോം നോ ആൻസർ. ടോം നോ ആൻസർ. വേർ ക്യാൻ ഹി ബി? അപ്പോൾ ടോമിനെ ആരോ വിളിക്കുന്നുണ്ട് അല്ലേ? ആരായിരിക്കും വിളിക്കുന്നുണ്ടാവുക? ടോമിനെ വിളിച്ചിട്ട് കേൾക്കുന്നുണ്ടോ? നോ, ദർ ഈസ് നോ ആൻസർ. ആൻസർ ഇല്ല അല്ലേ? വിളി കേൾക്കുന്നില്ല. വേർ ക്യാൻ ഹി ബി? അവൻ എവിടെയായിരിക്കും? ആരാണ് ചോദിക്കുന്നത്? ആണ്ട് പോളി. ആണ്ട് പോളി ആസ്ക്ഡ് ഹെർസെൽഫ്. അവളോട് തന്നെ ചോദിച്ചു. ആണ്ട് പോളി തന്നെത്താനെ ചോദിച്ചു. ഹി മസ്റ്റ് ബി സംവെയർ ഹിയർ. അവൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുമെന്ന് ഓൺ പോളിക്ക് നല്ല ഉറപ്പാണ്. ഷി വെന്റ് ടു ദ ഡോർ, ലുക്ക്ഡ് ഔട്ട് ഇൻ ടു ദ ഗാർഡൻ ആൻഡ് ഷൗട്ടഡ് അഗെയിൻ. ഡോറിന്റെ അടുത്തേക്ക് പോയി. ആര് പോയി? ഹു ഗോൺ? ഷി വെന്റ് അല്ലേ? ഷി വെന്റ്. ആരാ പോയത്? ഓൺ പോളി ഡോറിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് എന്ത് ചെയ്തു? ലുക്ക്ഡ് ഔട്ട് ഇൻ ടു ദി ഗാർഡൻ. പുറത്തേക്ക് നോക്കി, ഗാർഡനിലോട്ട് നോക്കി. ആൻഡ് ഷൗട്ടഡ് അഗെയിൻ. കുറേ പ്രാവശ്യം വിളിച്ചാൽ നമുക്ക് ദേഷ്യം വരും അല്ലേ? കേട്ടിട്ടില്ലെങ്കിൽ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. ടോം ടോം എന്നിങ്ങനെ ഉറക്കെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ദി ഓൾഡ് ലേഡി സ്റ്റുഡ് there thoughtfully. ദ ഓൾഡ് ലേഡി, ആ കുറച്ച് പ്രായമുള്ള ഒരു ആൻറ്റിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചു നിന്നു. തോട്ട്ഫുള്ളി ആലോചിച്ചു നിന്നു. സഡൻലി ഷീ ഹേർഡ് എ സൗണ്ട് ബിഹൈൻഡ് ഹെർ. പെട്ടെന്ന് തന്നെ അവളുടെ പുറത്ത്, അതായത് ബാക്കിൽ നിന്നും, ബിഹൈൻഡ് ഹെർ എന്ന് പറഞ്ഞാൽ ബാക്കിൽ നിന്നും ഒരു സൗണ്ട് കേട്ടു. ഷി ടേൺ റൗണ്ട് ക്വിക്ലി. പെട്ടെന്ന് തന്നെ അവൾ തിരിഞ്ഞു നോക്കി. ഷി ടേൺ റൗണ്ട് ക്വിക്ലി. There was Tom near the cupboard door. There was Tom. അപ്പൊ ആരാണ് അവിടെ ഉണ്ടായിരുന്നത്? ആ കബോർഡ് ഡോറിന്റെ അടുത്ത് ആരുണ്ടായിരുന്നു? ടോം ഉണ്ടായിരുന്നു അല്ലെ? He had jam all over his face. അപ്പൊ എന്താണ് ടോം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ ജാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ജാം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. He had jam all over his face. വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ്? നീ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആരാ ചോദിച്ചത്? ആ ഓൺ പോളി ആസ്ക് ആംഗ്രിലി. നല്ല ദേഷ്യത്തിലാണ് ചോദിച്ചത് കേട്ടോ. വെൻ ടോം ഡിഡ് നോട്ട് ആൻസർ ഷി വെന്റ് ഓൺ. പക്ഷേ ടോമിന് മിണ്ടാൻ പറ്റുമോ? നോ, ഹീസ് ഈറ്റിംഗ് ജാം. ഹി വാസ് ഈറ്റിംഗ് ജാം അല്ലേ? ഷി വെന്റ് ഓൺ. ടോം ആൻസർ ഒന്നും പറയുന്നില്ല എന്ന് കേട്ടപ്പോ ഷി കണ്ടിന്യൂഡ്. ഓൺ പോളി എന്താ പറഞ്ഞത്? യു ഹാവ് ബീൻ സ്റ്റീലിംഗ് ജാം അഗെയിൻ. നീ വീണ്ടും ജാം കട്ട് തന്നൂലേ എന്ന് ചോദിച്ചു. Don't tell me that you haven't. Haven't I told you 100 times to keep away from that cupboard? അപ്പോൾ നീ കഴിച്ചില്ല എന്ന് എന്നോട് പറയണ്ട എന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും പറയുന്നുണ്ടാവുക? ഹി ഹാഡ് ജാം ഓൾ ഓവർ ഹിസ് ഫേസ്. അവന്റെ മുഖത്ത് ഫുൾ ജാം ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇനി ജാം കഴിച്ചില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. Haven't I told you 100 times to keep away from that cupboard? ഞാൻ നിന്നോട് ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ കബോർഡിന്റെ അടുത്തുനിന്ന് മാറി നിൽക്കണം എന്നുള്ളത് അല്ലേ? അങ്ങനെയൊക്കെ നമ്മുടെ അമ്മമാർ പറയാറില്ലേ? യെസ്. Where is the stick? എവിടെയാ വടി? വടി എവിടെ? Where is the stick? Aunt Polly took her stick and raised it high. എന്താ സംഭവിച്ചത്? ഓൺ പോളി അവളുടെ സ്റ്റിക്ക് എടുത്ത് ഉയർത്തി. ഷി വാസ് about to strike Tom hard. അതായത് അവള് ഇപ്പൊ അടിക്കും എന്നുള്ള നിലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഉറക്കടിക്കുന്നുള്ള ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. Look behind you, auntie. Look behind you, auntie, shouted Tom. ടോം എന്താ പറഞ്ഞേ? ആന്റി നോക്കൂ, അവിടെ നോക്കൂ എന്ന് പറഞ്ഞു. എന്താണ്? Aunt Polly looked behind her. This was Tom's chance. He rushed out of the house. എന്താ സംഭവിച്ചത്? ഓൺ പോളി പിന്നിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ടോം അവിടുന്ന് he rushed out of the house. അവൻ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. He climbed over the fence. എന്നിട്ട് എന്താ ചെയ്തത്? Climbed over the fence. മതിലിന്റെ മുകളിൽ കയറി. Soon he was far away. Soon he was far away. ആന്റിയുടെ അടുത്തുനിന്ന് അവൻ ഓടി രക്ഷപ്പെട്ടു. Soon he was far away. കുറേ ദൂരത്തേക്ക് അവന് എത്തിയിട്ടുണ്ടായിരുന്നു.
ഓൺ പോളി വാസ് ആംഗ്രി ബട്ട് ഷി ലാഫ്ഡ്. ഓൺ പോളിക്ക് ഭയങ്കര ദേഷ്യം വന്നു, പക്ഷേ അവർ ചിരിക്കുകയാണ് ചെയ്തത്. ഷി ലാഫ്ഡ്, ചിരിച്ചു. ഹി ഈസ് എ ബാഡ് ബോയ്, ഷി സെഡ് ടു ഹെർസെൽഫ്, ബട്ട് ഐ ലവ് ഹിം. He is my poor dead sister's boy and I must look after him. അപ്പൊ എന്താ പറയുന്നത്? ഹീസ് എ ബാഡ് ബോയ്, അവനൊരു ചീത്ത കുട്ടിയാണ്. ബട്ട് ഐ ലവ് ഹിം, പക്ഷെ അവൻ എനിക്ക് ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? ഹീസ് മൈ പുവർ ഡെഡ് സിസ്റ്റേഴ്സ് ബോയ്, അവൻ എൻ്റെ മരിച്ചുപോയ അനിയത്തിയുടെ സിസ്റ്ററിന്റെ മോനാണ്. ഐ മസ്റ്റ് ലുക്ക് ആഫ്റ്റർ ഹിം, ഞാൻ അവനെ നന്നായിട്ട് നോക്കണം. ഐ ഡോണ്ട് ലൈക്ക് ടു ഹിറ്റ് ഹിം, എനിക്ക് അവനെ അടിക്കാൻ ഇഷ്ടമൊന്നല്ല. ദോ ഐ ഹാവ് ടു അറ്റ് ടൈംസ്, പക്ഷെ ഞാൻ കുറച്ചൊക്കെ അടിക്കാറുണ്ട് അവനെ. എന്തിനാണ് ഞാൻ അടിക്കുന്നത്? ഇഫ് ഐ ഡോണ്ട് പണിഷ് ഹിം, ഞാൻ അവനെ പണിഷ് ചെയ്തിട്ടില്ലെങ്കിൽ, അടിച്ചിട്ടില്ലെങ്കിൽ, ഹി വിൽ ഗ്രോ അപ്പ് ലേസി ആൻഡ് വിക്ഡ്, അവന് മടിയനായിട്ട്, ലേസി മടിയനായിട്ട് മാറും. യെസ് ഐ മസ്റ്റ് ബി സ്ട്രിക്റ്റ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്ട്രിക്റ്റ് ആവുന്നത്. അപ്പോൾ ഓൺ പോളി സൈഡ് അവള് തന്നെത്താനെ പറയാണ് കേട്ടോ. ഐ വിൽ ഹാവ് ടു പണിഷ് ഹിം ഫോർ സ്റ്റീലിംഗ് ദ ജാം, ബട്ട് ഹൗ? അപ്പോൾ എനിക്ക് അവനെ ഈ ഒരു ജാം കട്ട് തിന്നതിന് അവനെ പണിഷ് ചെയ്യണം, അല്ലെങ്കിൽ ശിക്ഷിക്കണം. പക്ഷെ എങ്ങനെയാണ് ഞാൻ അവനെ ശിക്ഷിക്കുക? ഐ നോ ടുമോറോ ഈസ് സാറ്റർഡേ, എനിക്കറിയാം നാളെ സാറ്റർഡേ ആണ്. ദർ ഇസ് നോ സ്കൂൾ ഓൺ സാറ്റർഡേസ്, സാറ്റർഡേസിൽ സ്കൂളില്ല അല്ലേ? നോ സ്കൂൾ. ദ ബോയ്സ് ഹാവ് എ ഹോളിഡേ, എല്ലാ കുട്ടികൾക്കും ഹോളിഡേ ആണ്. ബട്ട് ഐ വിൽ മേക്ക് ടോം വർക്ക്, പക്ഷെ ഞാൻ ടോമിനെ ജോലി ചെയ്യിപ്പിക്കും. ദാറ്റ് വിൽ പണിഷ് ഹിം, അങ്ങനെ ഞാൻ അവനെ പണിഷ് ചെയ്യും, ശിക്ഷിക്കുമെന്ന് ഈ ഒരു ഓൺ പോളി എന്ത് ചെയ്തു? ആലോചിച്ചു. ദി നെക്സ്റ്റ് ഡേ സാറ്റർഡേ വാസ് എ ഹോളിഡേ ഫോർ സ്കൂൾ. അടുത്ത ദിവസം സാറ്റർഡേ ഒരു ഹോളിഡേ ആണ്. ഓൾ ദ ബോയ്സ് ഇൻ ദ വില്ലേജ് വർ ഫ്രീ, എല്ലാ കുട്ടികളും, എല്ലാ ആൺകുട്ടികളും ആ ദിവസം ഫ്രീ ആയിരിക്കും. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ, നല്ല ഒരു ദിവസമായിരുന്നു, നല്ല ഭംഗിയുള്ള ഒരു ദിവസമായിരുന്നു. ദി സൺ വാസ് ഷൈനിങ് ആൻഡ് ദി ബേർഡ്സ് വർ സിംഗിങ്. ദ സൺ വാസ് ഷൈനിങ്, ആ ഒരു സൂര്യനൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഷൈനിങ്, നല്ല പ്രകാശത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ദി ബേർഡ്സ് വർ സിംഗിങ്, പക്ഷികളൊക്കെ ഇങ്ങനെ പാട്ട് പാടുന്നുണ്ടായിരുന്നു, സിംഗിങ്. ദ ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ് ലുക്ക്ഡ് ഫ്രഷ് ആൻഡ് ലവ്ലി, മരങ്ങളും പൂക്കളും ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ടോം ഓഫ് കോഴ്സ് വാണ്ടഡ് ടു ഗോ സ്വിമ്മിങ്, ടോമിന് എന്ത് ചെയ്യണം? സ്വിം ചെയ്യാൻ പോണമായിരുന്നു. ഓൾ അതർ ബോയ്സ് വെർ ഗോയിങ് സ്വിമ്മിങ്, എല്ലാ ആൺകുട്ടികളും സ്വിമ്മിങ്ങിന് വേണ്ടി പോവും. അപ്പൊ ടോമിനും അന്ന് പോവാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ടോം കെയിം സാഡ്ലി ഔട്ട് ഓഫ് ദി ഹൗസ്, ടോം ഭയങ്കര വിഷമിച്ചിട്ട് വീടിന്റെ പുറത്തേക്ക് വന്നു. ഹി ഹെൽഡ് എ ലോങ് ബ്രഷ് ഇൻ വൺ ഹാൻഡ്, അവന് ഒരു നീളനുള്ള ബ്രഷ് എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു. ഇൻ ദ അതർ ഹി ക്യാരിഡ്, അതായത് ഒരു കയ്യിൽ ഒരു നീളനുള്ള ബ്രഷ് ഉണ്ടായിരുന്നു. ഇൻ ദ അതർ ഹി ക്യാരിഡ് എ ബക്കറ്റ് ഫുൾ ഓഫ് വൈറ്റ് വാഷ്, അടുത്ത കയ്യിൽ, മറ്റേ കയ്യിൽ എന്താണ്? ഒരു ബക്കറ്റ് നിറയെ വൈറ്റ് വാഷ് ചെയ്യാനുള്ള, അതായത് പെയിന്റ് ഉണ്ടല്ലോ, അതാണ്. ഹിസ് aunt asked him to whitewash the fence. എന്താണ് പണിഷ്മെന്റ് കൊടുത്തത്? മതില് മുഴുവൻ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓണ്ട് അവന് ജോലി കൊടുത്തത്. ടോം ലുക്ക് സാഡ്ലി അറ്റ് ദ ഫെൻസ്, ടോം ഭയങ്കര സങ്കടത്തോടെ മതിലിനെ നോക്കി. ഹൗ ഹൈ ഇറ്റ് ഈസ്, ഹൗ ലോങ് ഇറ്റ് ഈസ്, ഹി തോട്ട്, എത്ര നീളം കൂടിയത്, എത്ര ഹൈറ്റ് ഉള്ളതുമാണ് ഈ ഒരു മതില്. Indeed, the height of the fence was 9 feet and the length was 30 yards. അപ്പോൾ മതിലിന്റെ ഹൈറ്റും അതുപോലെ തന്നെ ലെങ്ത് ഒക്കെയാണ് പറയുന്നത്. അത്രയും ഹൈറ്റ് കൂടിയ, നീളം കൂടിയ ഒരു ഫെൻസ് ആയിരുന്നു അത്. ടോം പുട്ട് ഹിസ് ബ്രഷ് ഇൻ ടു ദ വൈറ്റ് വാഷ്, ടോം എന്ത് ചെയ്തു? ബ്രഷ് ഒരു പെയിന്റിലേക്ക് മുക്കി. ഹി ഡ്രൂ ഇറ്റ് സ്ലോലി അക്രോസ് ദ ഫെൻസ്, പതുക്കെ ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. It made a very small white mark. Tom tried again. Another very small white mark. അതായത് അവനിങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ അടിക്കുമ്പോൾ ഏറ്റവും ചെറിയ ഒരു വൈറ്റ് മാർക്ക് മാത്രമാണ് അവിടെ ആ ഒരു മതിലിന്റെ മുകളിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. വീണ്ടും വീണ്ടും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നു. ടോം ട്രൈഡ് അഗെയിൻ ആൻഡ് അഗെയിൻ.
Another very small white mark. വീണ്ടും ചെറിയ ഒരു white mark മാത്രം. Tom sat down and sighed heavily. അവസാനം ടോം അവിടെ ഇരുന്നു എന്നിട്ട് ഇങ്ങനെ നെടുവീർപ്പിട്ടു. He took out all the things that he had in his pockets. അവന്റെ പോക്കറ്റിലുള്ള എല്ലാ സാധനങ്ങളും അവൻ പുറത്തേക്കെടുത്തു. He had some marbles, some pieces of string and 2 or 3 broken toys. അപ്പൊ അവന്റെ പോക്കറ്റിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? 2-3 ഗോട്ടികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു സ്ട്രിങ് നൂലുകൾ ഉണ്ടായിരുന്നു. കുറച്ച് ടോയ്സ്, പൊട്ടിയ ടോയ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം അവൻ പുറത്തേക്കെടുത്തു. No one will whitewash the fence for these, he thought. No, I must think of a better plan. He thought and thought. Soon he had an idea. അപ്പൊ ആരും ഇങ്ങനെ ഈ ഒരു ഫെൻസ് ഒന്നും വൈറ്റ് വാഷ് ചെയ്യില്ല. പക്ഷെ എനിക്കൊരു പ്ലാൻ ഉണ്ടാക്കണം. അവൻ അങ്ങനെ ആലോചിച്ച് കൊണ്ടിരുന്നു. എന്നിട്ട് അവനക്കൊരു ഐഡിയ കിട്ടി. എന്തായിരിക്കും ആ ഐഡിയ? He picked up his brush again and again, working hard. വീണ്ടും വീണ്ടും ബ്രഷ് എടുത്ത് നന്നായിട്ട് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. ബെൻ റോജേഴ്സ് was coming down the street. ബെൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി അവിടുന്ന് സ്ട്രീറ്റിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. Tom pretended not to see him. അതായത് ടോമിന് അവനെ കാണണ്ടായിരുന്നു. He worked harder than ever. വീണ്ടും വീണ്ടും ഇങ്ങനെ ഉറക്കെ ഹാർഡായിട്ട് അവൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. Ben was eating an apple. He looked very happy. ബെന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അല്ലെങ്കിൽ ബെൻ വാസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. ഒരു ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി ലുക്ക്ഡ് വെരി ഹാപ്പി. ഹി വാസ് പ്രിറ്റൻഡിങ് ദാറ്റ് ഹി വാസ് എ ബിഗ് ഷിപ്പ് ആൻഡ് ഇറ്റ് വാസ് റോളിംഗ് ലൈക്ക് വൺ. ഹി ഗേവ് ഓർഡേഴ്സ് ഇൻ എ ലൗഡ് വോയിസ് ആൻഡ് ഷിപ്പ് ഒബെയ്ഡ് ഹിം. അപ്പൊ അവൻ ഒരു ഷിപ്പായിട്ടാണ് ഈ ഒരു കരുതിയിട്ടുണ്ടായിരുന്നത്. പ്രിറ്റൻഡഡ്. ഹി ഗേവ് ഓർഡേഴ്സ് ഇൻ ലൗഡ് വോയിസ്. ഉറക്കെ വോയിസ് കൊടുത്തിട്ട് എന്നിട്ട് ഷിപ്പ് ഒബെയ്ഡ് ഹിം. ഹി കെയിംഡ് അപ്പ് Tom. He rubbed his eyes. Why, Tom? He cried in a great surprise. You're working? ടോമിനോട് ബെൻ എന്താ ചോദിച്ചത്? Are you working? Tom said nothing. Tom ഒന്നും പറഞ്ഞില്ല. He went on with his whitewashing. Whitewashing-ല് he seemed very much interested in his work. അപ്പോൾ ടോം അതൊന്നും ശ്രദ്ധിച്ചില്ല. ടോമിന് ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ അവൻ എന്താണ് വിചാരിച്ചത്? അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, വർക്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്നുള്ള നിലയിലാണ് അവൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ടോം, യു ആർ വർക്കിംഗ്? ബെൻ വീണ്ടും ചോദിച്ചു. ടോം, നീ വർക്ക് ചെയ്യാണോ? ഓ, ഇറ്റ്സ് യു ബെൻ. ഐ ഡിഡ് നോട്ട് നോട്ടീസ് യു. ഓ, ഇത് നീ ആയിരുന്നോ ബെൻ? ഞാൻ നിന്നെ ശ്രദ്ധിച്ചില്ല. ഐ എം ജസ്റ്റ് ഗോയിങ് ഫോർ എ സ്വിം. ഞാനൊരു സ്വിമ്മിങ്ങിന് വേണ്ടി പോവാണ്. യു ഡോണ്ട് വോണ്ട് ടു കം ഡു യു? യു ലൈക്ക് വർക്കിംഗ് ഡോൺ യു? അപ്പോൾ ബെൻ എന്താ പറഞ്ഞ? ഞാൻ സ്വിമ്മിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. യു ഡോണ്ട് വോണ്ട് ടു കം. നീ വരുന്നില്ലല്ലോ അല്ലേ? നീ വർക്ക് ചെയ്യാണല്ലോ എന്ന് ചോദിച്ചു. ദിസ് ഇസ് നോട്ട് വർക്ക്, ടോം സെഡ് ക്വൈറ്റ്ലി ആൻഡ് വെന്റ് ഓൺ പെയിന്റിംഗ്. ഇതൊരു ജോലിയേ അല്ല. ടോം പതുക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അവൻ ഇങ്ങനെ പെയിന്റ് ചെയ്യാൻ തുടങ്ങി. നോട്ട് വർക്ക്? ബെൻ എക്സ്ക്ലെയിംഡ്. ഇതൊരു വർക്ക് അല്ലാന്നോ? ഇതൊരു ജോലി അല്ലാന്നോ? ബെന്നിന് ആശ്ചര്യമായി, അത്ഭുതമായി. Oh no, I like it. Whitewashing is fun. You have never whitewashed a fence, have you? ഇതൊരു ജോലിയല്ല, എനിക്കത് ഇഷ്ടമാണ്. വൈറ്റ് വാഷിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. നീ ഒരിക്കലും വൈറ്റ് വാഷ് ചെയ്തിട്ടില്ലല്ലോ. ഇങ്ങനെ ഒരു മതിൽ നീ വൈറ്റ് വാഷ് ചെയ്യാത്ത കാരണമാണ് നിനക്ക് ഇങ്ങനെ തോന്നുന്നത് എന്ന് ടോം പറഞ്ഞു. വെൽ, നോ ഐ ഹാവൻറ്റ്. ഇല്ല, ഞാനത് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. For a while, Ben stood there watching Tom. കുറച്ച് സമയത്തിന് ശേഷം, കുറച്ച് നേരം ബെൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ടോം എന്താണ് ചെയ്യുന്നത്. ടോം paid no attention to him. ടോം അതിന് മൈൻഡ് ചെയ്തില്ല. All his attention was given to his work. എല്ലാ അറ്റൻഷനും വർക്കിലാണ്, അതായത് പെയിന്റ് ചെയ്യുന്നതിലാണ് ടോം ശ്രദ്ധിച്ചത്. At last, Ben asked. കുറച്ച് കഴിഞ്ഞപ്പോ ബെൻ ചോദിച്ചു, let me whitewash a little. ഞാൻ ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് നോക്കട്ടെ. ഓ നോ ബെൻ, ഐ എം ഗോയിങ് ടു മേക്ക് ദിസ് ഫെൻസ് ലുക്ക് ഫൈൻ. ഐ ഹാവ് പ്രോമിസ്ഡ് ഓൺ പോളി. ബിസൈഡ്സ് ഇറ്റ്സ് സോ ഇൻട്രസ്റ്റിംഗ്.
ഏയ് നോ ബെൻ, നിനക്ക് തരാൻ പറ്റില്ല. കാരണം എന്താണ്? ഐ എം ഗോയിങ് ടു മേക്ക് ദിസ് ഫെൻസ് ലുക്ക് ഫൈൻ. നല്ല ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഒരു മതില് നന്നായിട്ട് നല്ല ഭംഗിയാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൺ പോളിയുടെ അടുത്ത് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുമല്ല, ഇറ്റ്സ് സോ ഇൻട്രസ്റ്റിംഗ്. നല്ല രസമാണ് ഇങ്ങനെ ചെയ്യാനായിട്ട്. ലെറ്റ് മീ ഡു ഇറ്റ് എ ലിറ്റിൽ. ലെറ്റ് മീ ഡു ജസ്റ്റ് എ ലിറ്റിൽ. ഞാൻ കുറച്ചൊന്ന് ചെയ്തോട്ടെ എന്ന് ബെൻ ബെഗ് ചെയ്തു, അതായത് യാചിച്ചു. നോ ഐ എം സോറി ബെൻ, ബട്ട് ഐ കാൺട്ട്. നോ ഐ എം സോറി, ബെന്നിനോട് പറഞ്ഞു പറ്റില്ല. കാരണം എന്താ? ഓൺ സെഡ് ദാറ്റ് ഐ മസ്റ്റ് ഡു ഇറ്റ് മൈസെൽഫ്. ഇത് ഞാൻ തന്നെ ചെയ്യണം എന്നാണ് ഓണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇഫ് യു ഡു ഇറ്റ് യു വിൽ മേക്ക് എ മിസ്റ്റേക്ക്. നീ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു മിസ്റ്റേക്ക്, എന്തെങ്കിലും മിസ്റ്റേക്ക് നീ വരുത്തും. യു വിൽ സ്പോയിൽ എവറിത്തിങ്. എല്ലാം നീ നാശാക്കും, നശിപ്പിക്കും. ഇറ്റ്സ് ലുക്കിംഗ് സോ നൈസ് നൗ. ഇത് നല്ല ഭംഗിയിൽ ഇപ്പൊ നിൽക്കുന്നുണ്ട്. ഐ ഷുഡ് നോട്ട് മേക്ക് എ മിസ്റ്റേക്ക്. I will be careful. You can have my apple if you let me. ഞാൻ ഒരിക്കലും ഒരു മിസ്റ്റേക്കും വരുത്തില്ല. നന്നായിട്ട് നല്ല കെയർഫുൾ ആയിട്ട് ചെയ്തോളാം. നിനക്ക് എൻ്റെ ആപ്പിള് ഞാൻ നിനക്ക് തരാം, നീ എന്നെ ഇതിന് അനുവദിക്കുകയാണെങ്കിൽ. സ്ലോലി ആൻഡ് അൺവില്ലിംഗ്ലി ടോം ഹാൻഡഡ് ദ ബ്രഷ് ടു ബെൻ. അപ്പോൾ മനസ്സോടെ പതുക്കെ ടോം എന്ത് ചെയ്തു? ആ ബ്രഷ് എടുത്തിട്ട് ബെന്നിന് കൊടുത്തു. ബെൻ വർക്ക്ഡ് ഹാർഡ്. ബെന്ന് നന്നായിട്ട് വർക്ക് ചെയ്തു. ഇറ്റ് സൂൺ ഗ്രൂ ഹോട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ചൂടാവാൻ തുടങ്ങി. ബട്ട് ഹി വെന്റ് ഓൺ വർക്കിംഗ്. പക്ഷെ ബെൻ നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ടോം സാറ്റ് there വാച്ചിങ് ആൻഡ് ഈറ്റിംഗ് ബെൻസ് ആപ്പിൾ. ടോം അവിടെ തന്നെ ഇരുന്നു. എന്ത് ചെയ്തിട്ട്? വാച്ചിങ് ആൻഡ് ഈറ്റിംഗ് ബെൻസ് ആപ്പിൾ. ആ ബെൻ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയിട്ട്, അതുപോലെ തന്നെ ബെന്നിന്റെ ആപ്പിളൊക്കെ കഴിച്ചിട്ട് അവൻ അവിടെ ഇരുന്നു. When Ben had done enough, other boys came along. Ben അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മറ്റുള്ള ബോയ്സും അവിടെ എത്തി. At first they laughed at Tom and as Ben had done, but soon they too were whitewashing the fence. അപ്പോൾ ആദ്യം അവർ ചിരിച്ചെങ്കിലും അവരും കുറച്ച് കഴിഞ്ഞപ്പോൾ വൈറ്റ് വാഷ് ചെയ്യാൻ തുടങ്ങി. Of course they had to pay Tom before he let them help him. അതായത് അവരും ഇതേപോലെ ബെൻ ആപ്പിൾ കൊടുത്ത പോലെ അവരും ഓരോ സാധനങ്ങൾ അവരെ കൊടുക്കാൻ തുടങ്ങി. They gave him their best things. അവരുടെ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ കൊടുക്കാൻ തുടങ്ങി. എന്തൊക്കെയാണ്? 12 marbles, a tin soldier, a key, a dog's collar, the handle of a knife, 4 pieces of an orange. അപ്പോൾ ഇതൊക്കെ ആർക്ക് കിട്ടി? ടോമിന് കിട്ടി. ടോം ഹാഡ് ആൻ ഈസി ടൈം. ഹി ഡിഡ് നോട്ട് വർക്ക്, ബട്ട് സൂൺ ദ ഫെൻസ് ഹാഡ് 3 cords of white wash on it. ടോം വർക്ക് ചെയ്തില്ല, പക്ഷേ അവൻക്ക് 3 കോട്ട് വൈറ്റ് വാഷ് ഫെൻസിൽ നിറയാൻ തുടങ്ങി, നല്ല ഭംഗിയാവാൻ തുടങ്ങി. ഇതാണ് സ്റ്റോറി. You have read the story A Saturday Morning, haven't you? നിങ്ങൾ വായിച്ചില്ലേ സ്റ്റോറി? Here are some pictures which represent a few events in the story. കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ജംബിൾഡ് ആയിട്ടാണ്, ദേ ഗിവൺ ഇൻ എ ജംബിൾഡ് ഓർഡർ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് കറക്റ്റ് ഓർഡറിലാക്കണം. എന്നിട്ട് നിങ്ങൾ ആ ഒരു സ്റ്റോറി നിങ്ങൾ പറയണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഏതായിരിക്കും? ഫസ്റ്റ് എന്തായിരിക്കും? യെസ്, ജാം അല്ലേ? ഇതായിരിക്കും, ഈ ഒരു പിക്ചർ ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക. അടുത്തത് യെസ്, ടോം ആസ്ക് ടു ലുക്ക് അറ്റ് ബിഹൈൻഡ് അല്ലേ? പിന്നിലേക്ക് നോക്കാൻ പറഞ്ഞു അല്ലേ ഓണ്ടിനോട്. എന്നിട്ട് എന്താ ചെയ്ത്? ടോം റാൻ. അടുത്തത് എന്തായിരിക്കും? ടോം ആസ്ക് അല്ലേ, വൈറ്റ് വാഷ് ചെയ്യണോ എന്ന് ചോദിച്ചില്ലേ? ബെൻ ആസ്ക് ടു വൈറ്റ് വാഷ്. ഓക്കെ, അടുത്തത് എന്താണ്? ടോം sat under a tree eating the apple and looking at Ben working. അടുത്തത് all the other boys are working അല്ലേ? all the other boys are white washing. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അടുത്തത് ഒരു കാർട്ടൂൺ ആണ്. അപ്പൊ എന്താണ് നിങ്ങൾ ഈ ഒരു പിക്ചറിൽ കാണുന്നത്? ഇറ്റ്സ് എ പോലീസ്മാൻ അല്ലേ? പോലീസ്മാൻ എന്താണ് ഈ ഒരു കാർ ഡ്രൈവറോട് പറയുന്നത്? എന്താ പറയുന്നതെന്ന് അറിയില്ല അല്ലേ?
അപ്പോൾ തിരിച്ച ആളൊരു മറുപടി പറയുന്നുണ്ട്. നോ സർ, ഐ വാസ് നോട്ട് ടോക്കിംഗ് ഓൺ മൈ സെൽഫോൺ, ഐ വാസ് വാച്ചിങ് എ TV ഷോ ഓൺ മൈ ഐപോഡ്. അപ്പോൾ ട്രാഫിക് റൂൾ ഒബേ ചെയ്തില്ല അല്ലേ? അപ്പൊ എന്തോ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് The cartoon humorously conveyed the message against the rash driving. Here is a policeman who rushed to the spot when an accident occurred. ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ പോലീസ്മാൻ വന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. He asked a few questions to the driver. The answers the driver given are given below. Guess the questions and the policeman ask and write them in the table below. അതായത് നിങ്ങൾ ആൻസർ കൊടുത്തിട്ടുണ്ട്, അതിനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ എന്തായിരിക്കും? I was driving at a speed of 70 km/h. What was your driving speed? I was rushing to the hospital. Where were you going? My mother is hospitalized. അപ്പൊ എന്തായിരിക്കും ചോദിക്കുന്നുണ്ടാവുക? what happened? എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് പറ്റി, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എന്തിനാണ് പോയത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. Yes sir, I was talking over my mobile phone as the doctor called. Were you talking over your mobile phone? നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സംസാരിച്ചിരുന്നോ? അടുത്ത ആൻസർ, യെസ് സർ, ഐ നോ ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ട്രാഫിക് റൂൾ. എനിക്കറിയാം ട്രാഫിക് റൂളിന്റെ എഗെയിൻസ്റ്റ് ആണെന്നുള്ളത്. അപ്പൊ എന്തായിരിക്കും ക്വസ്റ്റ്യൻസ്? ഡു യു നോ ഇറ്റ്സ് എഗെയിൻസ്റ്റ് ട്രാഫിക് റൂൾ? നിങ്ങൾക്കറിയാമോ ഇത് ട്രാഫിക് റൂളിന്റെ എതിരാണെന്നുള്ളത്? അടുത്ത ആൻസർ, നോ സർ, ഐ വിൽ നെവർ അഗെയിൻ യൂസ് മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവിംഗ്. അപ്പൊ എന്തായിരിക്കും ക്വസ്റ്റ്യൻ? വിൽ യു യൂസ് മൊബൈൽ ഫോൺ അഗെയിൻ വൈൽ ഡ്രൈവിംഗ്? നിങ്ങൾ ഇനിയും മൊബൈൽ ഫോൺ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സിനുള്ള ക്വസ്റ്റ്യൻസ്. അടുത്തത്, നന്ദ taught her pet many things. Every morning her pet dog Tuffy brings her newspaper. Bring the newspaper Tuffy. അതുപോലെ തന്നെ take my bag Tuffy. അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് നന്ദ കൊടുക്കാറുണ്ട് ടഫിക്ക്. അപ്പോൾ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ play with the ball Tuffy. Nanda says jump over the canal Tuffy. Nanda says bring some grass Tuffy. അതുപോലെ തന്നെ ഡാൻസ് വെൽ ടഫി. അപ്പൊ ഇങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ ആക്ടിവിറ്റീസ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ കമൻസ് അറിയിക്കണം. താങ്ക് യു.